ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വിഷയം ഇൻവെർട്ടറുമായി ബന്ധപ്പെട്ട ഇന്നലെ പറഞ്ഞ വിഷയത്തിൻ്റെ ബാക്കിയാണ്. ഇൻവെർട്ടർ വേറെ ഏരിയയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ ഉള്ളിൽ വെക്കുക, ബാറ്ററി പുറത്ത് വെക്കുക, അങ്ങനെ സിസ്റ്റം ചെയ്യാം. ബാറ്ററിയിൽ വെള്ളമായി എഴുതിയിട്ട് മഴവെള്ളമോ എന്തെങ്കിലും ആയെന്ന് എഴുതിയിട്ട് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇൻവെർട്ടറിനാണ് പ്രശ്നം വരുള്ളൂ. ബാറ്ററി ഇൻവെർട്ടർ ഒപ്പം വെക്കുന്നതും നല്ലതല്ല. കാരണം ബാറ്ററിയിൽ നിന്ന് പുറപ്പെടുന്ന ആ സാധനം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന നീരാവി, അത് ഇൻവെർട്ടറിലായി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഡാമേജ് വരും. അതാണ് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ബാറ്റിൻ്റെ വൈലകുമ്മൽ ഒരു പൂപ്പ് പോലെ സാധനം ഇങ്ങനെ വരും. വൈറ്റ് കളറായിട്ടോ അല്ലെങ്കിൽ വേറെ കളേഴ്സ് ആയിട്ടിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങിന് വിഷയം വരും, ബാറ്ററി ചൂടാകും, അങ്ങനെയൊക്കെ പല പല ഇഷ്യൂകളും കാര്യങ്ങളും വരും. അതിൻ്റെ കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട്, അതായത് രണ്ടും ഇങ്ങനെ ജോയിനായി നിന്നാലല്ലേ ചാർജ് ആവുള്ളൂ. ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ വരും. അങ്ങനെ ബാറ്ററി പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്, ഹീറ്റായിട്ട്, ഓവർ ഹീറ്റായിട്ട്. ഒരു 2-3 ദിവസം മുമ്പ് പത്രത്തിൽ ഇതിലൊക്കെ കണ്ടിരുന്നല്ലോ, ഏതൊരു വീട്ടിൽ കോണിൻ്റെ അടിയിൽ അവിടെ വെച്ച ഇൻവെർട്ടർ ബാറ്ററി, അങ്ങനെ ബാറ്ററി പൊട്ടിത്തെറിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് അവർ ഉറങ്ങുന്ന സമയത്താണ് പൊട്ടിത്തെറിച്ചത്. ആ സൗണ്ട് കേട്ട് വന്നപ്പോൾ ഫുള്ള് പുകയും കാര്യങ്ങളായിട്ട് ശ്വാസതടസ്സമൊക്കെ നേരിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ വരും. കാരണം വീട്ടിൻ്റെ ഉള്ളിലാവുമ്പോൾ വലിയ ഇഷ്യൂ ആണ്. നേരെ മറിച്ച് അത് ബാറ്ററി പുറത്താണെങ്കിൽ അവിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇതാവും. പക്ഷെങ്കിൽ അത് ഉള്ളിലേക്കൊന്നും അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊന്നും വരില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ ഗുഡ് ബൈ.